നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൃഷ്ണദേവ്. ഞാൻ കൃഷ്ണമീര. ഞാൻ ആര്യനന്ദ. ഞാൻ മിത്രവൃന്ദ. ഞങ്ങളുടെ കൃഷ്ണ ആര്യ മിത്രത്തിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ പുതിയ ചാനലാണ്. ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഗുരുവായൂരപ്പന്റെ കാര്യങ്ങളും ഗുരുവായൂരിലെ വിശേഷങ്ങളും എല്ലാം കൊണ്ടുവരാം. അതിന് നിങ്ങളുടെ സപ്പോർട്ടും വേണം. വിഷുവല്ലേ വരാൻ പോണേ? സാധാരണ വിഷുക്കണി എടുക്കും, പടക്കം പൊട്ടിക്കും, വേശാപ്പൂ കത്തിക്കും, വിഷുക്കൈനീട്ടം കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ വിഷുക്കണി എടുക്കുന്നതെന്ന് നോക്കിയാലോ? നന്നായി അലങ്കരിച്ച് ഒരു പീഠം എടുത്തു വയ്ക്കുക. അതിന്റെ മേലെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ വയ്ക്കുക. അതിനുശേഷം ഗുരുവായൂരപ്പന്റെ തൊട്ടു മുന്നിലായിട്ട് ഉരുളി എടുത്ത് വെക്കുക. ഇനി ഉരുളിയിൽ അരിയിടുക. ആദ്യം കണിവെള്ളരി, ഇനി മാങ്ങ, ഇനി പഴങ്ങളുണ്ടെങ്കിൽ പഴങ്ങളും വെക്കാം. അതിനുശേഷം ഇനി വാൽക്കണ്ണാടി വയ്ക്കാം. സാധാരണ കണ്ണാടി അല്ലാതെ വാൽക്കണ്ണാടി വയ്ക്കാം. അലങ്കാരമായി വേണമെങ്കിൽ തിരുവുടയാട വയ്ക്കാം. അതിനുശേഷം ഗ്രന്ഥം വെക്കണം. അതിനുശേഷം അഷ്ടമംഗല്യം വെക്കണം. അതിനുശേഷം വസ്ത്രം, ധനം, സ്വർണം എന്നിവ വയ്ക്കണം. ഇനി നമുക്ക് നാളികേരത്തിരി വെക്കണം. നാളികേരത്തിരി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ശുദ്ധമായ ഒരു തുണി എടുക്കുക, അത് ചെറുതാക്കി മുറിക്കുക, അതിൽ അരി നിറയ്ക്കുക, എന്നിട്ട് കെട്ടുക. ഇതാണ് നാളികേരത്തിരി. അവസാനമായി കണിക്കൊന്ന വയ്ക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു അമ്മ എന്തായിരുന്നു ഇങ്ങനെ വിഷു കൈനീട്ടം കിട്ടും. ഞാൻ വിചാരിച്ചു ഫീസ്. വിഷു അല്ലേ വരാൻ പോണത്? സാധാരണ വിഷു എന്തൊക്കെ ചെയ്യും? വിഷുക്കണി എടുക്കും, പടക്കം പൊട്ടിക്കും, വേശാപ്പൂ കത്തിക്കും, വിഷു കൈനീട്ടം കിട്ടും. തെറ്റിപ്പോയതാ.